ഒരുവിധം പേരും ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. കുറേ നേരം എടുത്തിട്ട് ഇപ്പോൾ വെള്ളരിക്കല്ലേ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ട് മണിക്കൂറുകളോളം സ്കിന്നിൽ വെച്ചിരിക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വേനൽക്കാലത്ത് നേച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ ക്യുക്കുംബറാണ്, അതായത് വെള്ളരിക്ക. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ? അല്ല, നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അതായത് ക്യുക്കുംബർ മുഖത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുക്കും, അല്ലെങ്കിൽ തിളക്കം വരും, കണ്ണിന് താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പോവും, അങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതൊക്കെ സത്യമാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? വെള്ളരിക്കേണ്ട ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ? ആദ്യമായിട്ട് നമുക്ക് എന്തുകൊണ്ട് വെള്ളരിക്ക അല്ലെങ്കിൽ ക്യൂക്കുംബർ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം അല്ലേ. ഈ വെള്ളരിക്ക എന്ന് പറയുന്നതുണ്ടല്ലോ, അതിൽ 95% എന്താണ്? വെള്ളമാണ് അല്ലേ. പിന്നെ അത് മാത്രമല്ലാണ്ട് വൈറ്റമിൻ സി, വൈറ്റമിൻ കെ തുടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളും നമ്മുടെ വെള്ളരിക്കയിൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളരിക്ക നമ്മുടെ ചർമ്മത്തിന് കൂളാക്കി വെക്കാനും, അതായത് ഭയങ്കര തണുപ്പ് തരാനും, അത് മാത്രമല്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യണം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വെള്ളരിക്ക സ്ഥിരമായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടല്ലോ അത് മാറ്റി തരുന്നോ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഷെയ്ഡ് അല്ലെങ്കിൽ നമ്മുടെ നിറം മാറ്റുന്നോ ഒന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. അടുത്തത് നമ്മുടെ വെള്ളരിക്കയുടെ ഗുണങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ കൂളിംഗ് എഫക്റ്റ് ആണ്. കൂളിംഗ് എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെയിലത്തുനിന്ന് കയറി വന്നെന്ന് വിചാരിക്കുക, കുറച്ച് വെള്ളരിക്ക അരിഞ്ഞിട്ട് നമ്മൾ മുഖത്ത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തെന്ന് വിചാരിക്കുക, നമുക്ക് എന്ത് ലഭിക്കും? നല്ല തണുപ്പ് തോന്നും നമ്മുടെ മുഖത്തിന് അല്ലേ. സ്കിന്ന് നല്ല തണുത്തിരിക്കും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ലൈറ്റ് ഹൈഡ്രേഷൻ ആണ്. അതായത് നമ്മുടെ ചർമ്മത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ലൈറ്റായിട്ട് ഹൈഡ്രേഷൻ നൽകാനായിട്ട് അല്ലെങ്കിൽ ഈർപ്പമുള്ളതാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് പഫി ഐസ് ആണ്. അതായത് ചിലർക്കുണ്ടല്ലോ കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്തിരിക്കും അല്ലേ, ഈ ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പം തലേ ദിവസമോ അല്ലെങ്കിൽ കുറച്ച് നേരം മുൻപോ വെള്ളരിക്ക ഫ്രിഡ്ജിൽ വെച്ചതിരിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുക, കണ്ണിൻ്റെ താഴെയൊക്കെ നന്നായിട്ട് വെച്ച് കൊടുക്കുക. ആ സമയത്ത് കുറച്ച് നേരത്തേക്ക് ആ പഫ്നെസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞ പോലെ നമുക്ക് തോന്നും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ റിഫ്രഷിങ് ഫീലാണ്. ഭയങ്കര ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ വെള്ളരിക്ക യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, മുഖം നല്ല ഫ്രഷ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വെള്ളരിക്ക എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകുക. ഈ ക്യൂക്കുംബർ നന്നായി കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കുക. അതായത് തിൻ സ്ലൈസസ് ആക്കില്ലേ നമ്മൾ, അങ്ങനെ സ്ലൈസ് ആക്കിയതിന് ശേഷം കണ്ണിലോ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലോ സ്കിന്നിൽ നമുക്ക് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് വരെ വെക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ നിങ്ങൾ റിമൂവ് ചെയ്യണേ. അതും അല്ലെങ്കിൽ രണ്ടാമത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളരിക്ക ഉണ്ടല്ലോ ഇത് നന്നായിട്ട് ജ്യൂസ് ആക്കുക. എന്നിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി കഴുകി കളയാം കേട്ടോ. അടുത്തത് ചില മിസ്റ്റേക്കുകളാണ്, ഒരുവിധം പേരും ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. കുറേ നേരം എടുത്തിട്ട് ഇപ്പോൾ വെള്ളരിക്കല്ലേ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ട് മണിക്കൂറുകളോളം സ്കിന്നിൽ വെച്ചിരിക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. 10 മിനിറ്റിനും കൂടുതൽ വെക്കരുത്. ഇനി അടുത്തത് പഴകിയ വെള്ളരിക്ക, ഇതിന് കളയണ്ട, എന്തായാലും കഴിക്കാൻ പറ്റില്ല, നമുക്ക് ഫേസിൽ വെക്കാം, അങ്ങനെയൊക്കെ വിചാരിക്കണവരുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. വായൻ്റെ ഉള്ളിലേക്ക് പോണത് എത്ര ബുദ്ധിമുട്ടാണോ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ പുറത്തും സംരക്ഷിക്കുക കേട്ടോ. കേടായതൊന്നും നമ്മുടെ മുഖത്തോ സ്കിന്നിലോ ഒന്നും അപ്ലൈ ചെയ്യരുത്. അടുത്തത് ഈ വെള്ളരിക്ക മാത്രം യൂസ് ചെയ്താണ്ടല്ലോ നമ്മുടെ ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ മാറുമെന്ന് വിചാരിക്കില്ലേ? അങ്ങനെ വിചാരിക്കുന്നത് തെറ്റാണ് കേട്ടോ. വെള്ളരിക്ക മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും അത് മാറാനായിട്ട് പോണില്ല. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വെള്ളരിക്ക യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെ വെറുതെ വിടുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്ടിരിക്കുക. അത് ഭയങ്കര അബദ്ധമായ കാര്യമാണ് കേട്ടോ. വെള്ളരിക്കൊക്കെ വെച്ച് യൂസ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റായിട്ടുള്ളത് എടുത്തിട്ട് നന്നായി പരട്ടി വിടുക കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളരിക്ക അലർജി ഉള്ളവരുണ്ടല്ലോ, ഇവർ ഒരിക്കലും ഇത് മുഖത്തൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രം ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും ഇറിറ്റേഷൻസോ അലർജീസോ അല്ലെങ്കിൽ റെഡ്നെസ്സോ തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ കഴുകി കളഞ്ഞിട്ട് പിന്നെ ഇത് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഒരു ബോണസ് ടിപ്പും കൂടി തരാം. എന്താണെന്ന് വെച്ചാൽ ഈ വേനൽക്കാലത്തുണ്ടല്ലോ
മുഖം ഇടയ്ക്കിടയ്ക്ക് കഴുകണേക്കാട്ടും നല്ലത് നല്ലൊരു സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എന്താ പറയുക സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ട്ടോ. ഇത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നന്നാക്കി വെക്കാനായിട്ട് കൂടുതൽ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ അതെല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കാം. അപ്പോൾ വെള്ളരിക്ക എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്തിന് നല്ല തണുപ്പും പിന്നെ നല്ലൊരു ഫ്രഷ് ലുക്കും തരാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അല്ലാണ്ട് ഇതൊരു ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു മാജിക് ഇൻഗ്രീഡിയൻറ്റോ അല്ലെങ്കിൽ ബ്രൈറ്റനിങ് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമേ അല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ തെറ്റിദ്ധാരണകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തോടെ മാറ്റിയേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വെള്ളരിക്കനെ കുറിച്ചിട്ടുള്ള സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വിടണേ. കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലുണ്ടല്ലോ റോസ് വാട്ടർ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലേ ഇത് നല്ലൊരു ടോണറാണോ എന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.